നാഷണൽ ഹൈവേ 66 ഇടപ്പള്ളി റെയിൽവേ ലൈനിന് മുകളിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീൽ ആർച്ച് ഓവർ ബ്രിഡ്ജാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതിൻ്റെ പണി ഏതാണ്ട് മുഴുവനായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നും ഈ സ്റ്റീൽ ഓവർ ബ്രിഡ്ജ് പാളത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. അതിനായി പാളത്തിൻ്റെ ഇരുവശങ്ങളിലും നിർമ്മിച്ചിരിക്കുന്ന 2 കോൺക്രീറ്റ് തൂണുകളിൽ ഇത് വലിച്ചു കൊണ്ടുവന്ന് ഇറക്റ്റ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി പ്രത്യേകമായി നിർമ്മിച്ച പ്ലാറ്റ്ഫോമിന് മുകളിൽ ഈ പാലം നിർമ്മിച്ചിട്ട് അവിടെ നിന്നും റെയിൽ മുഖേന റോളർ മുഖേന കെട്ടിവലിച്ച് ഈ കോൺക്രീറ്റ് പില്ലറുകളിൽ സ്ഥാപിക്കുന്നു. അതിൻ്റെ പണി ഏതാണ്ട് ഇന്നലെയോടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഞാനിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാണാം. ഉരുക്കുകൊണ്ടുള്ള പടം ശക്തിയായ മോട്ടോർ മുഖേന വലിച്ചാണ് വളരെ സൂക്ഷ്മമായി പാളത്തിന് പാളത്തിന് ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ കോൺക്രീറ്റ് ഗട്ടറുകളിൽ ഇറക്റ്റ് ചെയ്യുന്നത്. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടുന്ന ഈ പ്രവൃത്തി നമുക്ക് കാണാം. ഏതാണ്ട് മുഴുവനായി തന്നെ ഈ സ്റ്റീൽ ഓവർ ബ്രിഡ്ജ് പാളത്തിൻ്റെ കുറുകെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൃത്യമായി ഇറക്റ്റ് ചെയ്യുന്നതിനുള്ള പണികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിലേക്കായി ഈ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന റെയിലും മറ്റും മാറ്റേണ്ട വർക്കാണ് ഇനി നടക്കേണ്ടത്. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഏതാണ്ട് 750 മെട്രിക് ടൺ സ്റ്റീലാണ് ഈ ബ്രിഡ്ജ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. Rail is moving very slowly. താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഇരുമ്പ് തൂണുകൾ മുഴുവനായി മാറ്റുന്നതാണ് നിർമ്മാണത്തിന് ശേഷം. ട്രെയിനുകൾ വളരെ സ്ലോയിലാണ് ഈ ഭാഗത്ത് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി കടന്നു പോകുന്നത്. റെയിലിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് തൂണിൻ്റെ
മുകളിൽ കാണുന്ന ബ്രിഡ്ജ് അകലത്തിൽ കൂടുതലായി തോന്നുന്നുണ്ട്. അത് സാവധാനത്തിൽ ബ്രിഡ്ജിരിക്കുന്ന റെയിൽ മാറ്റി സാവധാനത്തിൽ താഴ്ത്തി ഈ തൂണുകളിൽ സ്ഥാപിക്കുന്ന പണിയാണ് ഇനി നടക്കേണ്ടത്.